മഹാലക്ഷ്മിയിലെ നടനായ അരുൺ രാഘവനെതിരെ വലിയ തട്ടിപ്പ് ഫ്ലാറ്റ് ഒരു ഐഫോൺ കൊടുക്കാറുണ്ട് ഇതിന് ഓരോ വർഷവും ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇല്ല മാമന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ആരാധന മൂത്ത് ഭ്രാന്ത് കയറി എന്ന് പറയുന്ന രീതിക്ക്, അതായത് 2017 ഈ പുള്ളി ഈ അരുണുമായി ബന്ധപ്പെടുന്നു. ആ വർഷം തൊട്ട് ഓരോ വർഷം ഓരോ ഐഫോൺ ഓൾറെഡി കോർട്ടിലിരിക്കുന്ന കാര്യമാണ്. എന്റെ വീട് പണിയുടെ സമയത്ത് കുറച്ച് ഗോൾഡ് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ ഈ പുള്ളിയാണ് പറഞ്ഞത് ഗോൾഡ് പുള്ളി എടുത്തിട്ട് ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്ന ക്യാഷാണത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അരുൺ രാഘവൻ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. ഏഷ്യാനെറ്റിലെ ഭാര്യ എന്ന സീരിയലിൽ ശരത് എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അരുൺ രാഘവൻ. അതുപോലെ ഇപ്പോഴും നമ്മുടെ ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു സീരിയലിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന അരുൺ രാഘവൻ. ഈ അരുൺ രാഘവനെതിരായിട്ട് 14 ലക്ഷം രൂപയുടെ തട്ടിപ്പുമായിട്ട് എന്നിൽ നിന്ന് 14 ലക്ഷം രൂപ തട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന 10-12 വയസ്സുള്ള ഒരാൾ വന്ന് പരാതിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എൻ്റെ മകനെ പോലെ കണ്ട് എല്ലാ വർഷവും അവന്റെ ബർത്ത്ഡേക്ക്, അതായത് ഈ അരുണിന്റെ ബർത്ത്ഡേയിൽ അന്ന് ഒരു ഐഫോൺ വരെ ഈ പുള്ളി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നത്. എല്ലാ വർഷവും ഓരോ ഐഫോൺ അവന് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ സ്വന്തം മകനെ പോലെ കണ്ട മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ ആളായിരുന്നു ഈ പറയുന്ന അരുൺ രാഘവൻ. അതിനുശേഷം പലപ്പോഴായിട്ട് എന്നിൽ നിന്ന് 14 ലക്ഷം രൂപ വാങ്ങിച്ചു. ഇപ്പോ തിരിച്ചു ചോദിക്കുമ്പോൾ ഭീഷണിയാണ് എന്നുള്ളതാണ്. ചുണയുണ്ടെങ്കിൽ വാങ്ങിയിടടാ എന്നുള്ള ലൈനാണ് എന്നുള്ളത്. അതിനെക്കുറിച്ച് ഈ അരുൺ രാഘവൻ പ്രതികരിക്കുന്നുണ്ട്. അവരുടെ വോയിസ് ഉണ്ട്, അതൊക്കെ വെക്കും. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഈ പറയുന്ന സെലിബ്രിറ്റീസ് നമുക്കറിയാമല്ലോ, ഇപ്പൊ റീസെന്റ് ആയിട്ട് പലവരും ഈ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ്, ഏറ്റവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ ഇതുപോലെ പലരിൽ നിന്നും പണം വന്നത്. ഇത് 14 ലക്ഷത്തിൽ ഒതുങ്ങി. മറ്റത് അങ്ങനെയല്ല, മറ്റത് ലക്ഷങ്ങളും കോടികളുടെ കണക്കുകളാണ് പറയുന്നത്. ഒന്നല്ല രണ്ടല്ല, ഒരുപാട് പേര് രംഗത്തേക്ക് വരുന്നുണ്ട്. അവിടെയും ഭീഷണിയാണ്, തിരിച്ചു ചോദിക്കുമ്പോൾ ഭീഷണിയാണ്. പിന്നെ ഉടായിപ്പുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും എനിക്ക് ദഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിനിടയ്ക്ക് പണം തന്നവർക്കെതിരായിട്ട് ഈ പറയുന്ന ഹണി ട്രാപ്പ് ഭീഷണി തോന്നണേ ഇതൊക്കെ. അപ്പോ ഇപ്പൊ നമുക്ക് നോക്കാനുള്ളത്, ഈ ഒരു ഇന്റർവ്യൂ വന്നത് നമ്മുടെ മറുനാടൻ മലയാളിയിലാണ് ഈ ഒരു ഇന്റർവ്യൂ വന്നത്. ഓക്കെ, ഇനി എന്താണ് കാര്യമെന്ന് വ്യക്തമായിട്ട് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക്. ചാനലിലെ സീരിയൽ മഹാലക്ഷ്മിയിലെ നടനായ അരുൺ രാഘവനെതിരെ വലിയ തട്ടിപ്പ് പരാതി ഉയർന്നിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ മാള കുഴു സ്വദേശി 84 വയസ്സുകാരനായ അരവിന്ദാക്ഷൻ എന്നയാളെയാണ് കബളിപ്പിച്ച് 14 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തിരിക്കുന്നത്. ഇയാളുടെ വീട് പണിക്ക് വേണ്ടിയിട്ടാണ് ഈ 14 ലക്ഷം രൂപ കടമായി വാങ്ങിയത്. ഓക്കെ, ഏതാണ്ട് 84 വയസ്സുണ്ട് കേട്ടോ. 84 വയസ്സ്, മാളയിലുള്ള 84 വയസ്സുകാരനാണ്. അയാളിൽ നിന്നാണ് 14 ലക്ഷം രൂപ തട്ടിയെടുത്തത്. അത് വീട് പണി, ഈ പുള്ളി ഒരു വീടെടുത്ത് വെച്ച് അതിന്റെ ഇന്റീരിയർ പണിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തട്ടിയെടുത്തത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഞാൻ 2017 ആദ്യമായിട്ട് അരുണുമായിട്ട് സംസാരിച്ചത്. ഞാൻ അമേരിക്കയിൽ അന്ന് ജോലി ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ഏഷ്യാനെറ്റിലെ ഭാര്യ സീരിയലിൽ അരുണിൻ്റെ അഭിനയവും സംസാരവും പെരുമാറ്റവും കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മകനെ പോലെയുള്ള സ്നേഹം ഉണ്ടായി. അതുകൊണ്ട് അവൻ്റെ ബുദ്ധിമുട്ടെന്നറിഞ്ഞ് ഞാൻ അങ്ങോട്ട് സഹായിച്ചതാണ്. ഇത് അതൊക്കെ പോട്ടെ, പൈസ കൊടുത്തത് പോയൊക്കെ തോക്കട്ടെ. അതായത് ഏഷ്യാനെറ്റിലെ ഭാര്യ എന്ന് പറയുന്ന സീരിയൽ കണ്ട് എൻ്റെ സ്വന്തം മകനെ പോലെ തോന്നി, ഞാൻ അങ്ങോട്ട് സഹായിച്ചതാണ് എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങോട്ട് സഹായിച്ചതാണ്. കഷ്ടം, സ്വന്തം മോന് കൊടുക്കുമെന്തോ സഹായിച്ചതാണ്. പക്ഷേ എന്നെ പറ്റിക്കുന്നോ തിരിച്ചുതരാണ്ടിരിക്കുന്നോ വിചാരിച്ചിട്ടില്ല. അന്ന് ബുദ്ധിമുട്ടുണ്ട്. വീട് ഡിസംബർ 30-നുള്ളിൽ എല്ലാം ശരിയാക്കി 10ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വീട് വൈഫിന് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്കാണ്. വീട് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോടിക്ക് ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ ചെയ്യാൻ പൈസ ഇല്ലാണ്ട് വിഷമിച്ച സമയത്താണ് ഞാൻ ഓഫർ ചെയ്തത്, അവനെ സഹായിച്ചിട്ടുള്ളത്. ഏത് വർഷമായിരുന്നു ഞാൻ ഓഫർ ചെയ്തത്? ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യുന്നു. അതായത് 2017 മുതൽ അവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ്. 2017 മുതലുള്ള ബന്ധം. അതിനുശേഷം ഈ പറയുന്ന 1 കോടി രൂപയ്ക്ക് അരുൺ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീട് വാങ്ങുന്നുണ്ട്. ഭാര്യയ്ക്ക് ഗിഫ്റ്റായി കൊടുക്കണമെന്ന് പറയുന്നത് 10ാം വാർഷികം അങ്ങനെ എന്തോ സമയത്ത്. ഓക്കെ, അപ്പൊ അതിന് ഇന്ത്യയിൽ പണമില്ല എന്ന് പറഞ്ഞു. ഈ പുള്ളി അങ്ങോട്ട് എന്ത് ചെയ്തു, പൈസ കൊടുത്തു എന്നുള്ളതാണ്. അതപ്പോൾ ആദ്യം ഞാൻ 11,07,000 രൂപയാണ് കൊടുത്തത്. 10 ലക്ഷം കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. 10 ലക്ഷം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സാധാരണ ഞാൻ ഒരു ഫ്ലാറ്റ് ഐഫോൺ കൊടുക്കാറുണ്ട് ഇതിന് ഓരോ വർഷവും ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇല്ല മാമന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ആരാധന മൂത്ത് ഭ്രാന്ത് കയറി എന്ന് പറയുന്ന രീതിക്ക്,
അതായത് 2017 ഈ പുള്ളി ഈ അരുണുമായിട്ട് ബന്ധപ്പെടുന്നു. ആ വർഷം തൊട്ട് ഓരോ വർഷം ഓരോ ഐഫോൺ, മോനെ എന്റെ മോനെ പോലെ കണ്ട് എന്നാ പിടിച്ചോന്ന് പറഞ്ഞ ഐഫോൺ കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. ഐഫോണിന്റെ ഒക്കെ വില അറിയാം. പണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോളൂ, അല്ലെങ്കിൽ ആരാധന മൂത്ത് കൊടുത്തതാണ് എന്നുള്ളതാണ് വ്യക്തം. ഓക്കെ, അപ്പൊ എല്ലാ വർഷവും ഈ പുള്ളിക്ക് അരുൺ എന്ത് ചെയ്തു, ഓരോ ഐഫോൺ കൊടുക്കുമായിരുന്നു. ഈ പ്രാവശ്യം എന്താണ്, ഈ ഇന്റീരിയർ പണിക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ ചോദിച്ചു. ഓക്കെ, 10 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ ഈ അരുൺ ബുദ്ധിമാനാണ്. ഒരു എനിക്കിനി എന്തിന്റെ ഐഫോൺ കുറെ കിട്ടി, ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണം, വല്ലവരെയൊന്ന് തെണ്ടി വാങ്ങണേണ്. അതുകൊണ്ട് എനിക്കിനി ഐഫോൺ വേണ്ട, 10 ലക്ഷം രൂപ കടാട്ട് തരില്ല, ഐഫോണിന്റെ പൈസ അതിന്റെ പൈസ കൂടി താ എന്ന് പറഞ്ഞുകൊണ്ട് 11 ലക്ഷത്തി ചിഹ്നം രൂപ ഇങ്ങനെ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ്. കഷ്ടം തന്നെ അമ്മ, കഷ്ടം. പറഞ്ഞു ആ വർഷം ഗിഫ്റ്റ് ഫോൺ വേണ്ട, പൈസ കിട്ടുകയാണെങ്കിൽ ഉപകാരമാണെന്ന് പറഞ്ഞിട്ട് 11 ലക്ഷം, അപ്പോൾ ഓസ്പീഷ്യസ് നമ്പറാകാൻ വേണ്ടി 11 ലക്ഷം 7 രൂപയായിട്ട് ഞാൻ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ ഇപ്പം എന്നോട് പറഞ്ഞതിനകത്ത് എൻ്റെ രോമത്തിൽ നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല, 10 പൈസ ഞാൻ തരില്ല, ഇത് മുഴുവൻ കളവാണ്. എന്നിട്ട് ഇപ്പോൾ പറയണ ന്യായം പറയുന്നത് അവൻ്റെ ഭാര്യയുടെ സ്വർണം ഞാൻ മേടിച്ചു എന്ന്. അതായത് ഈ എടപ്പള്ളിയിൽ മാളിൽ വെച്ചാണ്. മനസ്സിലായല്ലോ? അതായത് 10 ലക്ഷം ചോദിച്ചു, 10 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞാൽ മറ്റോ പറഞ്ഞു, അയ്യോ എനിക്ക് ഇനി ഫോണൊന്നും വേണ്ട, ഒരുപാട് കുട്ടക്കണക്കിന് നിങ്ങൾ ഫോൺ തന്ന് 2020 കൊടുക്കും, 2017, 2018, 2019 3 ഫോൺ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. 2020 ഫോൺ വേണ്ട, ഫോണിന്റെ പൈസയും കൊടുത്താ. കാരണം ഫോണല്ലേ എപ്പോഴും വർഷം തോറും മാറ്റാൻ പറ്റുമോ, ഒരുപാട് കിടക്കില്ലേ, അതുകൊണ്ട് ആ പൈസയും കൂടി വാങ്ങിച്ചു. 11,07,000 കൊടുത്തു. ഇപ്പൊ ചോദിച്ചപ്പോ എനിക്ക് തരില്ല, ചുണ ഉണ്ടെങ്കിൽ വാങ്ങിയിടാ എന്നാണ് അവരുടെ ന്യായം. മനസ്സിലായോ? ബാക്കി ഇവര് പരിചയപ്പെടുന്നതൊക്കെ, എന്നിട്ട് അവിടെ ഒരു ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടും ഒരു മാന്യത ഇദ്ദേഹത്തോട് കാണിച്ചില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു ശുദ്ധ മനസ്സുകൊണ്ട് അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്താ മകനെ പോലെ ആയിരുന്നു ആളെ കണ്ട? എങ്ങനെ? അതെ, അങ്ങനെയായിരുന്നു. അവൻ്റെ പിറന്നാളും എൻ്റെ മോൻ്റെ പിറന്നാളും ഒരു ദിവസമാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു അടുപ്പമുണ്ടായിരുന്നു. എൻ്റെ മനസ്സിന് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടു, അവിടുത്തെ രാത്രി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് മകനെ പോലെയാണ് കണ്ടത്. മകന്റെ ബർത്ത്ഡേയും ഈ പറയുന്ന അരുൺ രാഘവന്റെയും ബർത്ത്ഡേ ഒരു ദിവസമായിട്ട് മകനെ പോലെ കണ്ട് ഞാൻ എല്ലാ മാസവും എല്ലാ വർഷവും ബർത്ത്ഡേക്ക് നിന്ന മോനെ പിടിച്ച ഒരു ഐഫോൺ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഐഫോൺ അയച്ചു കൊടുക്കുമായിരുന്നു. അവന് ഇന്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഇല്ലാന്ന് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്ത് പൈസ കൊടുക്കുമായിരുന്നു എന്നുള്ളത്. അതായത് ആരാധന മൂത്ത് ഭ്രാന്തായ ഒരു മാമനാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മാമ ഈ റീലൊന്നും അല്ല റിയൽ ലൈഫ് എന്ന് പറയുന്നത്. അവരുടെ അഭിനയം കണ്ട് ഭ്രാന്തായ എന്റെ മകനെ പോലെ, അതൊക്കെ അഭിനയമാണ്, അതൊക്കെ ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ മനസ്സിലായോ കറക്റ്റ് ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായി? ചുമ്മാ ഒന്നും ഇല്ലാതെ ചുമ്മാ ആൾക്കാരെ കണ്ട് അങ്ങെടുത്ത് പണം എടുത്ത് എറിയുമ്പോൾ, പണം എടുത്ത് കൊടുക്കും, അയ്യോ വലിയ ആരാധകരെ, പിന്നെ വലിയ ഫിലിം സ്റ്റാർ അല്ലേ, ആൾക്കാരെ ആരാധിക്കുന്ന കഥാപാത്രമല്ലേ, ഞാൻ അയാൾക്ക് പൈസ കൊടുക്കുന്നു, എനിക്കൊരു ക്രെഡിറ്റ്, ഞാനും അപ്പൊ അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് എന്താണ് ഊട്ടി ഉറപ്പിക്കാൻ സാധിക്കും എന്നൊക്കെ കരുതി അവർ കൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നത്. ലാസ്റ്റ് ഊഞ്ഞാലായിരിക്കുന്നു. ഇപ്പൊ ഇതുപോലെ ആവും. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരാണ്. അപ്പോൾ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ 60,000 രൂപ അയച്ചു കൊടുത്തു. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു 60 വേണ്ടായിരുന്നു, 50 മതിയായിരുന്നു. അപ്പോൾ 50 വീടിൻ്റെ പേയ്മെൻറ്റ് ഉണ്ടല്ലോ, പിന്നെ ബൈക്കിൻ്റെ പഴയ കാറിൻ്റെ പേയ്മെൻറ്റൊക്കെ ഇല്ലേ. പിന്നെ 2-3 മാസം 50 രൂപ കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ എൻ്റെ റെക്കോർഡുണ്ട്. വലിയ ഉപകാരം. അതായത് എന്തോ ഒരു ആവശ്യത്തിന് 50,000 ചോദിച്ച് ഈ മാമന്റെ സ്വന്തം മകനെ പോലെ കണ്ടിട്ട് മാമ 50 പോലെ 60 അയച്ചു കൊടുക്കുന്നതാണ്. ഇത് ഈ പുള്ളിക്ക് എന്തോ പ്രശ്നം, മാനസിക വിഷയം ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി. എന്നാലും ഒരാൾ 50,000 ചോദിക്കുന്നു, അത്രയും ഈ പറയുന്ന എന്താണ് ഈ ഭ്രാന്ത് മൂത്ത് എന്ത് ചെയ്തു, 60,000 പോലെ ഇരിക്കട്ടെ, 10,000 ഇരിക്കട്ടെ. അപ്പൊ അവൻ പറഞ്ഞു വന്ന്, അയ്യോ എനിക്ക് 50,000 മതി. 50 ഇല്ല, നിനക്ക് മറ്റേതടയ്ക്കാനുണ്ടല്ലോ, ബൈക്കിന്റെ ലോൺ ഉണ്ടല്ലോ, അവിടുത്തെ മോൻ അടച്ചോ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾ എന്താണ് ചോദിച്ച് വാങ്ങിച്ചതാണെന്ന് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ ഈ പറയുന്ന സംഭവമൊക്കെ കേട്ട് കഴിഞ്ഞാൽ സ്വന്തം മകന് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ പുള്ളിക്ക് പിന്നെ സ്ട്രോക്ക് വരുന്നു. പുള്ളിക്ക് സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ ഈ പുള്ളി എന്ത് ചെയ്യുന്നു, പൈസ തിരിച്ചു ചോദിക്കുന്നു. പൈസ തിരിച്ചു ചോദിക്കുമ്പോഴാണ് ഈ പറയുന്ന അരുൺകുമാർ പറയുന്നത് എന്താണ്, പിന്നീട് ഞാൻ പൈസ തിരിച്ചു തരിക, നിങ്ങൾക്ക് ഞാൻ പൈസയൊന്നും തരാനില്ല എന്നുള്ളത്. അതുമല്ല, ഈ അരുൺ രാഘവൻ പറയുന്ന വെർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അരുൺ രാഘവൻ പറയുന്നത് ഈ അരുൺ രാഘവന്റെ ഭാര്യയുടെ കയ്യിൽ കുറച്ച് സ്വർണം ഉണ്ടായിരുന്നു. കുറച്ച് സ്വർണം ഉണ്ടായിരുന്നു. ആ സ്വർണം എന്ത് ചെയ്തു, വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളിയെടുത്ത് അമേരിക്കയിൽ കൊണ്ട് വിൽക്കാൻ വേണ്ടി ഈ പുള്ളി കുറെ സ്വർണം വാങ്ങിച്ചു. അതിന്റെ പൈസയാണ് ഈ പുള്ളി തന്നത്, എനിക്ക് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തത് എന്നാണ് ഈ അരുൺ രാഘവൻ പറയുന്നത് എന്നുള്ളതാണ്. ഈ വിഷയത്തില് ഈ അരുൺ രാഘവൻ ഒരു വെർഷനാണല്ലോ. ഈ അരുൺ രാഘവൻ എന്താണ് പറയുന്നത് എന്നുള്ളത് കേൾക്കാം. അതും കൂടി നമ്മൾ അറിയണല്ലോ, പുള്ളി എന്താണ് പറയുന്നത് എന്നുള്ളത് കേൾക്കാം. ഈ
വിഷയത്തിൽ അരുൺ രാഘവൻ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കാം. നമസ്കാരം, അരുൺ രാഘവാണോ? അതെ. അരുൺ, എൻ്റെ ഒരു പീയൂഷ് എന്നാണ്, മറുനാടൻ മലയാളം റിപ്പോർട്ടറാണ്. പറയൂ. താങ്കൾ ഈ മാളയിലുള്ള ഒരു അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയിട്ട് തിരികെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു പരാതിയായിട്ട് അദ്ദേഹം നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന്റെ നിങ്ങളുടെ ഒരു ഭാഗം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്? അത് ഓൾറെഡി പുള്ളി കേസായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കേസ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്, കോർട്ടിലിരിക്കുന്ന കാര്യമാണ്. ഞാന് പുള്ളി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അതിന്റെ പ്രൂഫും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറയൂ. അതായത് ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചതായിട്ട് ഒരു മെസ്സേജായിട്ടോ ഒരു കോളായിട്ടോ ഒരു റിട്ടേൺ ഇതായിട്ടോ എന്തെങ്കിലും ഒരു സാധനം ആ പുള്ളിയോട് പ്രൊവൈഡ് ചെയ്യാൻ പറയും. അപ്പൊ ഈ പണം ട്രാൻസാക്ഷൻ നടത്തിയേക്കുന്നത് എങ്ങനെയാ? അപ്പം അതേപോലെ അത് ഓൾറെഡി കോർട്ടിലിരിക്കുന്ന കാര്യമാണ്. എന്റെ വീട് പണിയുടെ സമയത്ത് കുറച്ച് ഗോൾഡ് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ ഈ പുള്ളിയാണ് പറഞ്ഞത് ഗോൾഡ് പുള്ളി എടുത്തിട്ട് ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്ന ക്യാഷാണത്. അപ്പോ നിങ്ങൾക്കൊരു മീഡിയ വാല്യൂ ഉള്ള സാധനമാണ്, നിങ്ങൾക്ക് ഇത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇത് ഓൾറെഡി കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്. ഓൾമോസ്റ്റ് ഒരു 3 മാസമായിട്ട് കോർട്ടിലുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. നമ്മൾ ഈ കള്ളം പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കേസ് ചോദിക്കുമ്പോൾ ഇത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്, എനിക്ക് ഒന്നും തുറന്നു പറയാൻ പറ്റത്തില്ല, നമ്മുടെ വട്ട് ബിന്ദു പറയുമ്പോൾ എനിക്കൊന്നും തുറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കള്ളത്തനം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ വിളിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങളുടെ പിന്നീട് നിങ്ങളുടെ ഭാഗം എന്താണെന്ന് ചോദിക്കും. അപ്പൊ തന്നെ ഇത് കോടതിയിൽ ഇരിക്കുന്നതാണ്, എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ പുള്ളിയുടെ അടുത്ത് ചോദിക്കുക എന്ത് തെളിവാണ് ഉള്ളത് എന്നുള്ളതാണ്. സത്യം ഞാൻ തെളിവ് ഞാൻ അടുത്ത് വെക്കാം. ഈ പുള്ളി എല്ലാം ബാങ്ക് ട്രാൻസ്ഫർ ആണ് ചെയ്തത് എന്നുള്ളതാണ്. അതിനെക്കാട്ടും ഉപരി ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത് തന്നെ ഈ അരുൺ രാഘവൻ ആണ് എന്ന് ഈ പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതുമല്ല ഒരു ക്യാമറ വാങ്ങിച്ചു കൊടുത്തു, ഈ പുള്ളിക്ക് ഒരു ക്യാമറയുടെ അക്സസറീസ് വാങ്ങിച്ചുകൊണ്ട് വന്നു അവിടെ നിന്ന്. അതിനുശേഷം എന്തോ 25,000 രൂപ എന്തോ ആയി, അതിൽ 10,000 രൂപ കൊടുത്തുള്ളൂ, ബാക്കി ബാങ്ക് ത്രൂ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇട്ട് കൊടുത്തില്ല. എന്നിട്ട് ഈ പുള്ളി പറഞ്ഞു ഇട്ടു എന്ന് പറഞ്ഞു, നിങ്ങളുടെ ബാങ്കിൽ ഇട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പുള്ളി സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു, സ്ക്രീൻഷോട്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അവിടെ വെച്ച് തന്നെ ഈ പുള്ളി ഒരു ഉടായിപ്പായി. അപ്പോഴാണ് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഈ പുള്ളി ഒരു ഉടായിപ്പാണ് എന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഈ പുള്ളി പറയുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ ഇവിടെ അരുൺ രാഘവൻ പറയുന്നത് എന്തെങ്കിലും പ്രൂഫ് ഉണ്ട്, ഈ പുള്ളി ഇതിനകത്ത് വ്യക്തമായിട്ട് ബാങ്ക് ത്രൂ അയച്ച പ്രൂഫ് ഉണ്ട് എന്നുള്ളതാണ്. അതിന് അരുൺ രാഘവൻ പറയുന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഞാൻ എന്തെങ്കിലും വാഗൊണ്ട് പറഞ്ഞായിട്ടുള്ള, അതായത് എനിക്ക് കുറച്ച് പൈസ കടം വേണം എന്ന് വാഗൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ലക്ഷം രൂപ വേണം എന്ന് മെസ്സേജ് അയച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ അരുൺ രാഘവൻ പറഞ്ഞു വരുന്നത് ഈ ബാങ്ക് ത്രൂ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ ബാങ്ക് ത്രൂ ആയിട്ട് അയച്ചത് ഞാൻ കുറച്ച് ഗോൾഡ് എന്റെ ഭാര്യയുടെ ഗോൾഡ് വിൽക്കാൻ വേണ്ടിയിട്ട്, വീടിന്റെ പിന്നെ ഈ പണിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഗോൾഡ് വിൽക്കാൻ വേണ്ടിയിരുന്നപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്താൽ സ്വർണം വാങ്ങിച്ചിട്ട് അതിന്റെ ക്യാഷ് ആണ് തന്നത് എന്നുള്ളതാണ്. ഞാൻ അരുൺ രാഘവന്റെ അടുത്ത് അങ്ങോട്ട് ചോദിക്കുന്നു, താങ്കൾക്ക് എന്താണ് ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ട്, താങ്കൾക്ക് ഇത്ര ലക്ഷം രൂപ തന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തത ഇതിനകത്തുണ്ട്. ആ വ്യക്തത ഞാൻ പറഞ്ഞുതരാം. താങ്കൾ ഗോൾഡ് കൊടുത്തിട്ടുണ്ട്, താങ്കൾക്ക് വലിയ വായിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങേര് ഞാൻ വാവിട്ട് ചോദിച്ച എന്തെങ്കിലും ഞാൻ ഒരു മെസ്സേജ് ആയിട്ട് ചോദിച്ചു, അതൊന്നും ഒരു തെളിവേ അല്ല. ഞാന് അരുൺ രാഘവൻ മനസ്സിലാക്കാനുള്ളത്, ഇപ്പം ഒരു മെസ്സേജ് ആയിട്ട് എനിക്കൊരു 10 ലക്ഷം രൂപ കടം തരൂ എന്ന് പറഞ്ഞാൽ അതൊരു തെളിവല്ല. ഓക്കെ, അതുമല്ല ഒരാള് വോയിസ്, അതും തെളിവല്ല. ബാങ്ക് ത്രൂ അത് തെളിവാണ്. അപ്പൊ ബാങ്ക് ത്രൂ ആയിട്ട് താങ്കൾക്ക് ഇത്ര ലക്ഷം രൂപ തന്നിട്ടുണ്ട്, 14 ലക്ഷം രൂപ തന്നിട്ടുണ്ട്, അത് തെളിവാണ്. താങ്കൾ പറയുന്നത് സ്വർണത്തിന് പകരമായിട്ടാണ്. ഈ സ്വർണം താങ്കൾ കൊടുത്തതിന് എന്താണ് തെളിവ് എന്നുള്ളത്? ഈ സ്വർണത്തിന്റെ കേസ് ഈ പുള്ളി പറയുന്നത് അങ്ങനെ ഒന്നും തന്നിട്ട് എനിക്ക് ഒരു സ്വർണവും തന്നിട്ടില്ല, അങ്ങനെ എനിക്ക് അമേരിക്കയിൽ ഇത്രയും സ്വർണ്ണം ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, കൊണ്ടുപോകണേ അതിന്റെ കണക്ക് കാണിക്കണം, അതിന്റെ കണക്ക്. അപ്പൊ എനിക്ക് ആ ഒരു സംഭവം കൂടി കേട്ടപ്പോൾ എന്തോ 1-2 പവൻ ഈ പുള്ളിക്ക് കൊടുത്തിട്ടുള്ളതായിട്ട് സ്വർണവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സംഭവം ഉണ്ട്. അത് എനിക്ക് ആ ഒരു, അതായത് ഈ പറയുന്ന അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന പുള്ളിയുടെ ആ ഒരു, അത് ഞാൻ ഇവിടെ വെക്കുന്നില്ല, അത് വെച്ചാൽ വീഡിയോ നീണ്ടുപോകും. ഈ അരവിന്ദാക്ഷൻ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആ ഒരു സംഭവം, ഇയാള് സ്വർണം കൊടുത്തതിന് ശേഷം അതുകൊണ്ടാണ് പൈസ എന്തോ ഒരു സ്വർണത്തിന്റെ ഇടപാട് ഇതിനകത്ത് ഉണ്ട്. അത് എത്ര സ്വർണ്ണമാണ് എന്നൊന്നും എനിക്കറിയില്ല. എന്തോ ഒരു സ്വർണത്തിന്റെ ഇടപാടാണ്. ഇനി അരവിന്ദാക്ഷൻ അവിടെ നിന്നല്ല സ്വർണം കൊണ്ടുവന്നിട്ട് നീ പറഞ്ഞില്ലെങ്കിൽ നീ അവിടെ നിന്ന് സ്വർണം കടത്തി ഞാൻ പറയും എന്നിട്ട് പറഞ്ഞോന്തോ. അപ്പൊ സ്വർണവുമായി ബന്ധപ്പെട്ട് എന്തോ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഈ അരവിന്ദാക്ഷൻ ഈ പറയുന്ന ഈ മാമൻ കുറച്ച് എവിഡൻസ് കാണിക്കുന്നുണ്ട്, എത്ര ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത്. അത് കാണുക, കേൾക്കാം. എല്ലാ ബർത്ത്ഡേക്കും ഒരു ഐഫോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, അതിന് പകരം പണവും കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ പ്രേക്ഷകർ കാണുന്നത് ഇദ്ദേഹത്തിന് ഈ പണം കൊടുത്ത ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. 22/7/2020 ഫെഡറൽ ബാങ്ക് വഴിയിട്ട് 11,07,000 രൂപയാണ് കൊടുത്തത്. പിന്നീട് അങ്ങോട്ട് 25,000, 75,000, 35,000, 60,000, അങ്ങനെ ഫെഡറൽ ബാങ്ക് വഴി മാത്രം
ഏകദേശം 12,95,007 രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവിടെ HDFC ബാങ്ക് വഴിയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 14 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പുള്ളിയുടെ കയ്യിൽ എല്ലാം ബാങ്ക് ത്രൂ ആയതുകൊണ്ട് തന്നെ പിന്നെ 2000 വെച്ചതിനെ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. എനിക്കറിഞ്ഞൂടെ. അപ്പൊ പുള്ളിയുടെ കയ്യിൽ തെളിവുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരാധന മൂത്ത് ഭ്രാന്ത് കയറി സ്വയം വരുത്തി വെച്ച വിനയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. ചോദിച്ചു വാങ്ങിച്ചു എന്ന് പറയുന്ന രീതിയിലാണ് ഈ മാമൻ ചെയ്തത്. അതായത് ഈ പുള്ളി പൈസ ആവശ്യപ്പെടുന്നത്, അതാണ് പുള്ളി ഈ ധൈര്യത്തിൽ പറയുന്നത്, ഞാൻ പൈസ ആവശ്യപ്പെട്ടതായിട്ട് എന്തെങ്കിലും വോയിസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ ഈ പുള്ളി തന്നെ പറയുന്നത് ഈ പുള്ളി പറ്റിക്കണം എന്നുള്ളൊരു ഒരു സംഭവം ഒന്നും ഈ അരുൺ രാഘവന് ആദ്യം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം എനിക്ക് ബാങ്ക് ത്രൂ ആയിട്ട് ഇട്ടാൽ മതി, ഇനി കയ്യിൽ ക്യാഷ് വേണ്ട എന്നൊക്കെ പറഞ്ഞാണ് വാങ്ങിച്ചത്. ഇനി ഈ പുള്ളി ഈ പറയുന്ന ഇതിനകത്ത് എന്തോ സ്വർണത്തിന്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു സ്വർണത്തിന്റെ വിഷയമുണ്ട്. ഈ ഈ പറയുന്ന ഈ ആരാണ് ഈ അരവിന്ദാക്ഷൻ പറയുന്നത് നമുക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് വിഴുങ്ങാനും പറ്റത്തില്ല എന്നുള്ളതാണ്. എന്തായാലും അരുൺ രാഘവൻ പറഞ്ഞ കേസിലും അരുൺ രാഘവൻ എന്തായാലും ഈ പുള്ളിക്ക് പൈസ കൊടുക്കാനുണ്ട്, അതും സത്യമാണ്. അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ വന്ന് കേസുമായിട്ട് മുന്നോട്ട് വന്ന് ഇങ്ങനെ മീഡിയയിൽ വന്ന് ഇത്ര ധൈര്യത്തോട് പറയില്ല അത് എന്നുള്ളതാണ്. അരുൺ രാഘവനെ വിളിച്ചപ്പോൾ അരുൺ രാഘവൻ എന്താ പറഞ്ഞത്, പിന്നീട് ഇത് കോടതിയിൽ ഇരിക്കാൻ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എന്തായാലും ഈ പുള്ളിക്ക് പൈസ കൊടുക്കാനുണ്ട്. പക്ഷെ ഇതിന്റെ വേറെ ചില പ്രശ്നവും കൂടി, ഇത് രണ്ടുപേരും ഒളിച്ചിരിക്കുന്ന ചില സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്കങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മാമൻ എന്ത് ചെയ്തു, ആരാധന മൂത്ത് അങ്ങോട്ട് പറഞ്ഞ് എത്ര ലക്ഷം എത്ര വേണം, 15 ലക്ഷം, ഞാൻ അയച്ചുതരാം മോനെ 10 ലക്ഷം, ഇന്ന് വേണം ഇപ്പൊ 15 മിനിറ്റിനകത്ത് അവിടെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ അയച്ചു കൊടുക്കുന്നു. എല്ലാവരും പറയും എന്തായാലും ഇങ്ങേർക്ക് സ്ഥിരതയൊന്നുമില്ല, ഇങ്ങേർക്ക് എന്തോ ഒരു പിരി പോയി കിടക്കണം. ശരി, വായിക്കാണ്ട് മാമ എല്ലാ വർഷവും എനിക്കൊരു ഐഫോൺ തരില്ല, ഐഫോണും കൂടി വേണ്ട, അതിന്റെ പൈസയും കൂടി ആ ഗിഫ്റ്റ് ഒരാള് ആ വർഷം തോറും കൊടുക്കുന്ന ഗിഫ്റ്റ്, ആ ഗിഫ്റ്റിന്റെ പൈസയും കൂടി അയച്ചു തരാൻ വേണ്ടി നിങ്ങൾ ചോദിച്ചെന്ന് പറയുമ്പോൾ വലിയ കഷ്ടമായിരുന്നു. എല്ലാം നിങ്ങൾക്ക് ഇതിന്റെ പരിപാടി, നിങ്ങളുടെ ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ച് ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളത്. പിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറെ ഈ മാമന്മാരെ പോലുള്ള കുറെ എണ്ണം ഉണ്ട്. വർഷം തോറും ഐഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു അവന്റെ ബർത്ത്ഡേക്ക്. അപ്പൊ നല്ല പണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ, സ്വന്തം മക്കൾക്ക് കൊടുക്കുമെന്തോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അരുൺ രാഘവനെ കൊണ്ട് തള്ളിയിട്ട് ലാസ്റ്റ് അണ്ണാക്കി കിട്ടി എന്ന് പറയാലോ. നമ്മുടെ അഭിപ്രായം മസ്തേ കമന്റ് നമുക്ക് വിടുങ്ങണം. ജയ് ഹിന്ദ്.